സമയം അർദ്ധരാത്രിയായിരുന്നു. ഒരു ഭിക്ഷക്കാരൻ പോലീസ് സ്റ്റേഷന്റെ വാതിൽക്കൽ നിൽക്കുന്നു. കീറിയതും പഴകിയതുമായിരുന്നു അവന്റെ വസ്ത്രങ്ങൾ. മുഖം അഴുക്കുപുരണ്ടതും കണ്ണുകളിൽ ഒരുതരം വിചിത്രമായ തിളക്കവും ഉണ്ടായിരുന്നു. മഴയുടെ തണുത്ത തുള്ളികൾ അവന്റെ തലയിൽ വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ അനങ്ങിയില്ല. രാത്രിയുടെ ഇരുട്ടിൽ രാത്രി തങ്ങാൻ ഒരിടം തേടുന്ന ഒരു സാധാരണ ഭിക്ഷക്കാരനെ പോലെയാണ് അവനെ കണ്ടാൽ തോന്നുക. അവന്റെ കൈകളിൽ ഒരു പഴയ പാത്രവും കാലുകളിൽ പൊട്ടിയ ചെരുപ്പുകളും ഉണ്ടായിരുന്നു. അവനെ കണ്ടാൽ ആർക്കും ദയയോ വെറുപ്പോ മാത്രമേ തോന്നൂ. എന്നാൽ ഈ ഭിക്ഷക്കാരൻ യഥാർത്ഥത്തിൽ ജില്ലയിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പോലീസുകാർക്ക് അറിയാമായിരുന്നു. ആരാണോ അവനെ ആട്ടിയോടിക്കാൻ പോകുന്നത്, അയാൾക്ക് അവരുടെ ജോലിയെയും ഭാവിയെയും കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് അവർക്ക് വല്ല ധാരണയും ഉണ്ടായിരുന്നു. ഒരു ജില്ലാ മജിസ്ട്രേറ്റ് തന്നെ ഒരു നിസ്സഹായനായ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ അവതരിച്ചപ്പോൾ ആ രാത്രി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ അനുഭവമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അധികാരവും ശക്തിയുമുള്ള ആളുകൾ സാധാരണക്കാരുടെ വേഷത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ രക്ഷകർ നമ്മെ സംരക്ഷിക്കുന്നുണ്ടോ? അതോ അവർ തന്നെ നമുക്കൊരു ഭീഷണിയായി മാറുകയാണ്? ഒരു രാത്രിയിൽ എല്ലാം എങ്ങനെ മാറി മറിഞ്ഞെന്നും നീതി അതിന്റെ യഥാർത്ഥ മുഖം എങ്ങനെ കാണിച്ചുവെന്നും ഇന്നത്തെ ഈ കഥ നിങ്ങൾക്ക് കാണിച്ചു തരും. നഗരത്തിലെ റോഡുകൾ വിജനമായിരുന്നു. ഏതാനും സ്ട്രീറ്റ് ലൈറ്റുകൾ മാത്രം മിന്നിത്തിളങ്ങുന്നു. രാത്രിയുടെ തണുപ്പിൽ വീടില്ലാത്ത ആളുകൾ പാലങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു. ഒരു വശത്ത് തിളങ്ങുന്ന വലിയ കെട്ടിടങ്ങൾ, അവിടെ ധനികർ സുഖമായി ഉറങ്ങുന്നു. മറുവശത്ത് ചേരികൾ, അവിടെ പാവപ്പെട്ടവർ തങ്ങളുടെ പ്രശ്നങ്ങളോട് പൊരുതുന്നു. ഈ നഗരത്തിലാണ് DM രാജേഷ് കുമാർ താമസിച്ചിരുന്നത്. വെറും 32 വയസ്സ് മാത്രമുള്ള അദ്ദേഹം ജില്ലയിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായി മാറിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം എളുപ്പമായിരുന്നില്ല. പോലീസ് പാവപ്പെട്ടവരോട് മോശമായി പെരുമാറുന്നു എന്നതിനെക്കുറിച്ച് ദിവസവും അദ്ദേഹത്തിന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടെ 70-ലധികം പരാതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഓരോ പരാതിയിലും ഒരേ കാര്യമായിരുന്നു: പോലീസുകാർ നിരാലംബരെ മർദ്ദിക്കുന്നു, പണം ആവശ്യപ്പെടുന്നു, അവരെ മനുഷ്യരായി പോലും കണക്കാക്കുന്നില്ല. ഒരു വൃദ്ധ തന്റെ മകനെ കാരണം കൂടാതെ മർദ്ദിച്ചതായി എഴുതി. ഒരു തൊഴിലാളി കൈക്കൂലി ആവശ്യപ്പെട്ടതായി പറഞ്ഞു. ഈ പരാതികളെക്കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴെല്ലാം ഓരോ തവണയും പോലീസുകാർ അത് നിഷേധിച്ചു. ഇതെല്ലാം കള്ള ആരോപണങ്ങളാണെന്ന് അവർ പറഞ്ഞു. SP സാറും തന്റെ ഉദ്യോഗസ്ഥരും തികച്ചും സത്യസന്ധരാണെന്ന് പറഞ്ഞിരുന്നു. രാജേഷിന്റെ മനസ്സിൽ ഒരു പഴയ വേദനയുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് താൻ ദരിദ്രനായിരുന്നപ്പോൾ ഒരു ദിവസം തന്റെ അച്ഛനെ പോലീസുകാർ വെറുതെ മർദ്ദിച്ചു. തനിക്ക് 1 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് തന്റെ അച്ഛൻ കരയുന്നത് അവൻ ആദ്യമായി കണ്ടത്. അന്ന് വലുതാകുമ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കുമെന്ന് അവൻ അച്ഛന് വാക്ക് നൽകി. ഇപ്പോൾ DM ആയപ്പോൾ ആ വാക്ക് പാലിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോഴെല്ലാം എല്ലാം സാധാരണയായി തോന്നി. ആരും തങ്ങളുടെ തെറ്റ് സമ്മതിച്ചില്ല. യഥാർത്ഥ സത്യമറിയാൻ താൻ മറ്റൊരു വഴി സ്വീകരിക്കണമെന്ന് രാജേഷിന് മനസ്സിലായി. പോലീസ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് കാണാൻ അദ്ദേഹം തന്നെ ഒരു സാധാരണക്കാരനായി മാറണമായിരുന്നു. ഒരു രാത്രി ഓഫീസിലിരിക്കുമ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഒരു ഭിക്ഷക്കാരന്റെ വേഷത്തിൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോകും. അധികാരമില്ലാത്ത ഒരാളോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അദ്ദേഹം കാണും. ഇതൊരു അപകടകരമായ പദ്ധതിയായിരുന്നു. താൻ DM ആണെന്ന് പോലീസുകാർക്ക് അറിയാമായിരുന്നെങ്കിൽ എല്ലാം തകിടം മറിയും. എന്നാൽ സത്യം അറിയാനുള്ള ഏക വഴി ഇതാണെന്ന് രാജേഷിന് അറിയാമായിരുന്നു. അവൻ മേശപ്പുറത്തിരുന്ന അച്ഛന്റെ ചിത്രം നോക്കി. ആ വൃദ്ധൻ ദാരിദ്ര്യത്തിൽ നിന്ന് മരിച്ചു. പക്ഷെ എപ്പോഴും പറയുമായിരുന്നു, ഒരു ദിവസം നീതി ലഭിക്കുമെന്ന്. ഇന്ന് രാജേഷ് ആ നീതി തേടി ഇറങ്ങുകയായിരുന്നു. അദ്ദേഹം തന്റെ ഡയറിയിൽ എഴുതി: ഇന്ന് എന്റെ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ഞാൻ കാണും. എന്ത് സംഭവിച്ചാലും ഞാൻ സത്യം കണ്ടെത്തും. രാജേഷ് തന്റെ പദ്ധതി വളരെ ശ്രദ്ധാപൂർവം തയ്യാറാക്കി.
കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം തെരുവുകളിൽ കറങ്ങി ഭിക്ഷക്കാരെ നിരീക്ഷിച്ചു. അവരുടെ നടത്ത രീതി, സംസാരിക്കുന്ന രീതി, വസ്ത്രങ്ങളുടെ അവസ്ഥ എല്ലാം ശ്രദ്ധിച്ചു മനസ്സിലാക്കി. ആദ്യം അദ്ദേഹം തന്റെ വസ്ത്രങ്ങൾ തയ്യാറാക്കി. പലയിടത്തും കീറിയ ഒരു പഴയ കുർത്ത. പാന്റിൽ അത്രയധികം ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒരു യഥാർത്ഥ ഭിക്ഷക്കാരന്റെ വസ്ത്രം പോലെ തോന്നി. ഈ വസ്ത്രങ്ങൾ അദ്ദേഹം അഴുക്കിലിട്ടു, മണ്ണ് പുരട്ടി, വെയിലത്ത് ദിവസങ്ങളോളം ഉണക്കി, അവ തികച്ചും പഴയതുപോലെയാക്കാൻ. അടുത്ത പടി മുഖം മാറ്റുക എന്നതായിരുന്നു. രാജേഷ് ദിവസങ്ങളോളം താടി വടിച്ചില്ല. മുടി അലങ്കോലമാക്കി അതിൽ മണ്ണ് പുരട്ടി. മുഖത്ത് അഴുക്കു പുരട്ടിയതോടെ അദ്ദേഹം തികച്ചും വ്യത്യസ്തനായ ഒരാളായി തോന്നി. അദ്ദേഹം തന്റെ ശബ്ദവും മാറ്റി. ഇപ്പോൾ ഒരു വൃദ്ധനെ പോലെ വിറക്കുന്ന ശബ്ദത്തിലാണ് സംസാരിച്ചിരുന്നത്. ഏറ്റവും പ്രയാസമേറിയ ജോലി ദുർഗന്ധം വരുത്തുക എന്നതായിരുന്നു. രാജേഷ് വസ്ത്രങ്ങളിൽ ഉള്ളിയും വെളുത്തുള്ളിയും തേച്ചു പിടിപ്പിച്ചു. അല്പം മോശം എണ്ണയും പുരട്ടി. നഖങ്ങളും വൃത്തികേടാക്കി. കൈകളിൽ അഴുക്ക് നിറച്ചു. അദ്ദേഹത്തിന്റെ അഭിനയവും മികച്ചതായിരുന്നു. കാലിന് വേദനയുള്ളതുപോലെ മുടന്തി നടന്നു. കൈകളിൽ വിറയൽ വരുത്തി. കണ്ണുകളിൽ ഭയം നിറച്ചു. അദ്ദേഹം ഒരു കഥയും തയ്യാറാക്കിയിരുന്നു. തന്റെ മകൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഒരു വൃദ്ധനാണ് താൻ. രാജേഷ് തന്റെ പോക്കറ്റിൽ ഒരു ചെറിയ റെക്കോർഡിംഗ് ഉപകരണം ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇത് കാണാൻ കഴിയാത്തത്ര ചെറുതായിരുന്നു. കാര്യങ്ങൾ വഷളാക്കുകയാണെങ്കിൽ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താമെന്നും അദ്ദേഹം കരുതിയിരുന്നു. അവസാന തയ്യാറെടുപ്പായി അദ്ദേഹം തന്റെ വിശ്വസ്തനായ പ്യൂൺ രാമുവിനോട് പറഞ്ഞു. രാവിലെയാകുമ്പോഴേക്കും രാജേഷ് തിരികെ എത്തിയില്ലെങ്കിൽ SP വിളിക്കാൻ രാമുവിനോട് നിർദ്ദേശിച്ചു. പക്ഷേ സാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് രാമുവിന് അറിയില്ലായിരുന്നു. രാത്രി 11 മണിക്ക് രാജേഷ് അവസാനമായി കണ്ണാടിയിൽ തന്റെ മുഖം നോക്കി. അദ്ദേഹത്തെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. ഒരു വിജയകരമായ IAS ഉദ്യോഗസ്ഥനിൽ നിന്ന് അദ്ദേഹം ഒരു നിസ്സഹായനായ ഭിക്ഷക്കാരനായി മാറിയിരുന്നു. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, അച്ഛാ, ഞാൻ എന്റെ വാക്ക് പാലിക്കാൻ പോവുകയാണ്. ഇന്ന് ദരിദ്രർക്ക് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് ഞാൻ കാണും. ഇതൊരു അപകടകരമായ കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ സത്യമറിയാൻ അത് അനിവാര്യമായിരുന്നു. രാജേഷ് തന്റെ വീട് വിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു. ഈ രാത്രി തന്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ഇരുണ്ട തെരുവുകളിലൂടെ നടക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരനെ പോലെ അദ്ദേഹം പതുക്കെ ഇളകി നടന്നു. രാത്രി 11:30 രാജേഷ് പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി. സ്റ്റേഷനിലെ നീല വെളിച്ചം അദ്ദേഹത്തിന്റെ മുഖത്ത് പതിച്ചു. 2 പോലീസുകാർ ഗേറ്റിൽ നിന്ന് ചിരിച്ച് സംസാരിക്കുകയായിരുന്നു. രാജേഷ് പതുക്കെ വിറക്കുന്ന കാലടികളോടെ മുന്നോട്ട് നീങ്ങി. സാബ്, ദുർബലമായ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു. വളരെ തണുപ്പാണ്. ഒരു കോണിൽ രാത്രി കിടക്കാൻ ഒരിടം കിട്ടിയെങ്കിൽ. ആദ്യത്തെ പോലീസുകാരൻ അവനെ നോക്കി മുഖം ചുളിച്ചു. അയ്യോ, എന്തൊരു ദുർഗന്ധം! എവിടെ നിന്ന് വന്നു ഈ വൃത്തികെട്ട ഭിക്ഷക്കാരൻ? രണ്ടാമത്തെ പോലീസുകാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പോടാ ഇവിടുന്ന്. ഇത് ധർമ്മശാലയല്ല, ഇത് പോലീസ് സ്റ്റേഷനാണ്. രാജേഷ് അഭിനയം തുടർന്നു. സാബ്, നല്ല തണുപ്പുണ്ട്. ഒരൊറ്റ രാത്രി മാത്രം. എടാ, നിനക്ക് കേട്ടൂടെ? ആദ്യത്തെ പോലീസുകാരൻ അവന്റെ തോളിൽ തള്ളി. പോയിവിടുന്ന്, അല്ലെങ്കിൽ ലാത്തി കൊണ്ട് അടികിട്ടും. രാജേഷ് ആടിപ്പോയെങ്കിലും വീണില്ല. അവന്റെ ഹൃദയം അതിവേഗം മിടിക്കുന്നുണ്ടായിരുന്നു. ഇത് തുടക്കം മാത്രമായിരുന്നു. അപ്പോഴാണ് അകത്തുനിന്ന് ഒരു കനത്ത ശബ്ദം കേട്ടത്. പുറത്തെന്താണ് ഈ കോലാഹലം? ഇൻസ്പെക്ടർ ശർമ്മ പുറത്തേക്ക് വന്നു. അഹങ്കാരം നിറഞ്ഞ കണ്ണുകളുള്ള തടിച്ച ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം രാജേഷിനെ നോക്കി വെറുപ്പോടെ മുഖം ചുളിച്ചു. അയ്യോ, ഇതെന്തൊരു തമാശ! രാത്രി നമ്മുടെ സ്റ്റേഷനിൽ ഭിക്ഷക്കാരോ? അവന്റെ ശബ്ദത്തിൽ ദേഷ്യമുണ്ടായിരുന്നു. രാജേഷ് കൈകൂപ്പി. സാബ്, ഞാനൊരു ശല്യവും ഉണ്ടാക്കില്ല. ഒരൊറ്റ രാത്രി മതി. ഇൻസ്പെക്ടർ ശർമ്മ പരിഹസിച്ചു. ഇതെവിടെയാണെന്ന് നിനക്കറിയാമോ? ഇത് പോലീസ് സ്റ്റേഷനാണ്, നിന്റെ അച്ഛന്റെ വീടല്ല. അദ്ദേഹം രാജേഷിന്റെ വയറ്റിൽ ആഞ്ഞൊന്ന് ചവിട്ടി. വേദന കൊണ്ട് രാജേഷ് കൂനിപ്പോയി. തനിക്ക് ഇത്രയും വേദന സഹിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയില്ല. സാബ്, ഞാൻ രാജേഷ് വിറക്കുന്ന ശബ്ദത്തിൽ പറയാൻ ശ്രമിച്ചു. മിണ്ടരുത്!
ഇൻസ്പെക്ടർ ശർമ്മ അലറി. ഇനി എന്തെങ്കിലും ശബ്ദമുണ്ടാക്കിയാൽ ജയിലിലിടും. സബ് ഇൻസ്പെക്ടർ വർമ്മയും പുറത്തേക്ക് വന്നു. അദ്ദേഹം ഇൻസ്പെക്ടറേക്കാൾ ക്രൂരനായിരുന്നു. സാർ, ഈ വൃത്തികെട്ടവനെ ഓടിച്ചു കളയാം. മുഴുവൻ സ്റ്റേഷനിലും ദുർഗന്ധം പരത്തും. അതെ, ഇൻസ്പെക്ടർ ശർമ്മ പറഞ്ഞു. പക്ഷെ ആദ്യം ഇവനൊരു പാഠം പഠിപ്പിക്കണം. ഇപ്പോൾ പോയി പുറത്ത് മഴയത്ത് നിൽക്ക്. ഇൻസ്പെക്ടർ വർമ്മ ഉത്തരവിട്ടു. അടി കിട്ടാതെ ഇവൻ നന്നാവില്ല. അദ്ദേഹം രാജേഷിന്റെ മുടിക്ക് പിടിച്ചു വലിച്ചു. എടാ കേൾക്ക്, ഇവിടെ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നീ ആരാണെന്നാണ് നിന്റെ വിചാരം? രാജേഷിന്റെ തല വേദന കൊണ്ട് പൊട്ടുന്നത് പോലെ തോന്നി. പക്ഷെ ഇപ്പോൾ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മുഴുവൻ സത്യവും കാണണമായിരുന്നു. ക്ഷമിക്കണം സാബ്, അദ്ദേഹം പതിയെ പറഞ്ഞു. ക്ഷമയോ? ഇവിടെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് നിനക്കറിയാമോ? അദ്ദേഹം തന്റെ വടിയെടുത്ത് രാജേഷിന്റെ കാലിൽ അടിച്ചു. വേദന കൊണ്ട് രാജേഷ് നിലവിളിച്ചു. പക്ഷേ വീണില്ല. രാവിലെ വരെ അവിടെ തന്നെ നിൽക്കണം. അനങ്ങിയാൽ തല്ലിക്കൊല്ലും. രാജേഷിനെ പുറത്തേക്ക് തള്ളി. മഴ ശക്തിയായി പെയ്തിരുന്നു. തണുത്ത തുള്ളികൾ അദ്ദേഹത്തിന്റെ തലയിൽ വീണു. വസ്ത്രങ്ങൾ നനഞ്ഞിരുന്നു. അദ്ദേഹം വിറക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ വേദന അദ്ദേഹത്തിന്റെ ഹൃദയത്തിലായിരുന്നു. സ്വന്തം ഉദ്യോഗസ്ഥർ ഇത്രയും ക്രൂരരോ? ഒരു നിസ്സഹായനായ ഭിക്ഷക്കാരനോട് ഇത്രയും ക്രൂരതയോ? ഇൻസ്പെക്ടർ ശർമ്മയും സബ് ഇൻസ്പെക്ടർ വർമ്മയും അകത്തേക്ക് പോയി ചിരിക്കാൻ തുടങ്ങി. ഈ വൃത്തികെട്ടവൻ രാവിലെ വരെ ഇവിടെ വിറച്ചു നിൽക്കും, വർമ്മ പറഞ്ഞു. ഇത്തരം ഭിക്ഷക്കാർക്ക് ഇതാണ് ചികിത്സ വേണ്ടത്. അല്ലെങ്കിൽ അവർ നമ്മുടെ വില മനസ്സിലാക്കില്ല, സബ് ഇൻസ്പെക്ടർ മറുപടി പറഞ്ഞു. രാജേഷ് പുറത്തു നിന്നു, മഴയത്ത് നനഞ്ഞുകൊണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഇപ്പോൾ മറ്റൊരു തീയായിരുന്നു. അദ്ദേഹം ക്ഷമയോടെ കാത്തിരുന്നു. അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, തങ്ങൾ ആരോടാണ് കണക്ക് ചോദിക്കുന്നതെന്ന് ഇവർക്കാർക്കും അറിയില്ല. രാവിലെ ഇവരുടെയെല്ലാം യഥാർത്ഥ മുഖം പുറത്തു വരും. രാത്രി ഇനിയും ബാക്കിയുണ്ടായിരുന്നു. ഇത് തുടക്കം മാത്രമാണെന്ന് രാജേഷിന് അറിയാമായിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ പൂർണ്ണമായും നനഞ്ഞിരുന്നു. തണുപ്പുകൊണ്ട് ശരീരം മുഴുവൻ വിറക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും ആശ്ചര്യകരമായ കാര്യം, അദ്ദേഹം തീർത്തും നിശബ്ദനായിരുന്നു എന്നതാണ്. ഒരു പരാതിയില്ല, ഒരു പ്രതിഷേധവുമില്ല. സബ് ഇൻസ്പെക്ടർ വർമ്മയ്ക്ക് ഇത് വിചിത്രമായി തോന്നി. സാധാരണയായി ഇത്രയും സമയത്തിനുള്ളിൽ ഭിക്ഷക്കാർ കരയാനും ബഹളം വെക്കാനും തുടങ്ങാറുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ തികച്ചും ശാന്തനായിരുന്നു. ഇതൊരു വിചിത്ര കാര്യമാണ്. ഇവർ അലമുറയിടാറാണ് പതിവ്. ഇൻസ്പെക്ടർ ജനലിലൂടെ രാജേഷിനെ നോക്കി. യഥാർത്ഥത്തിൽ ഈ ഭിക്ഷക്കാരൻ വ്യത്യസ്തനായിരുന്നു. അവൻ നിൽക്കുന്ന രീതി, അവന്റെ നിശബ്ദത, എന്തോ ഒരു വിചിത്രത. വരട്ടെ, ഇവൻ എത്ര നേരം പിടിച്ചു നിൽക്കുമെന്ന് നോക്കാം, സബ് ഇൻസ്പെക്ടർ പറഞ്ഞു. പുലർച്ചെ 2 മണിക്ക് രാജേഷിനെ അകത്തേക്ക് വിളിച്ചു. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ നീലിച്ചു പോയിരുന്നു. ശരീരം മുഴുവൻ വിറക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടോ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അതേ ക്ഷമയുണ്ടായിരുന്നു. എടാ, നീ ആരാണ്? ഇൻസ്പെക്ടർ സംശയത്തോടെ ചോദിച്ചു. ഇത്രയും അടികിട്ടിയിട്ടും നീ എങ്ങനെ ഇത്ര ശാന്തനായി നിൽക്കുന്നു? രാജേഷ് വിറക്കുന്ന ശബ്ദത്തിൽ മറുപടി പറഞ്ഞു. സാബ്, ഞാൻ വെറുമൊരു നിരാലംബനാണ്. ഞാൻ നിങ്ങളുടെ ദേഷ്യം സഹിച്ചോളാം. കോണിൽ ഒരിടം തന്നാൽ മാത്രം മതി. ഈ മറുപടി കേട്ട് സബ് ഇൻസ്പെക്ടർ വർമ്മയ്ക്ക് കൂടുതൽ ദേഷ്യം വന്നു. അയ്യോ, ഇവൻ നമ്മളെ ഉപദേശിക്കുന്നോ? ഇവന്റെ ബുദ്ധിക്ക് ഇപ്പോഴും സ്ഥിരത വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം രാജേഷിനോട് തറയിലിരിക്കാൻ ആംഗ്യം കാണിച്ചു. ഇവിടെ ഇരിക്ക്. രാവിലെ വരെ ഇവിടെ തന്നെ ഇരിക്കണം. ഒരക്ഷരം മിണ്ടരുത്. രാജേഷ് നിശബ്ദനായി തറയിലിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം മറ്റെന്തോ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഓരോ മുഖത്തെയും വളരെ ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു. ഓരോ ശബ്ദവും കേൾക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഇപ്പോൾ ഭിക്ഷക്കാരൻ്റേത് പോലുള്ള ഭയമുണ്ടായിരുന്നില്ല. പകരം ഒരു ഉദ്യോഗസ്ഥന്റേത് പോലുള്ള നിരീക്ഷണമായിരുന്നു. ഇൻസ്പെക്ടർക്ക് ഒരു നിമിഷത്തേക്ക് സംശയം തോന്നി. ഈ ഭിക്ഷക്കാരന്റെ കണ്ണുകളിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന്. പക്ഷെ അദ്ദേഹം ആ ചിന്ത തള്ളിക്കളഞ്ഞു. നാളെ ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം, വർമ്മ പറഞ്ഞു. ഇവൻ ഭയങ്കര ധാർഷ്ട്യത്തോടെയാണ് പെരുമാറുന്നത്. രാജേഷ് ഇതെല്ലാം കേട്ടു.
ഇനിയും ചില കാര്യങ്ങൾ കാണാനുണ്ടെന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ച റെക്കോർഡർ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ അസഭ്യവാക്കും, ഓരോ ഭീഷണിയും, ഓരോ അനീതിയുടെയും തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു. നേരം പുലരാൻ ഇനിയും 4 മണിക്കൂർ ബാക്കിയുണ്ടായിരുന്നു. പുലർച്ചെ 3 മണിക്ക് ഇൻസ്പെക്ടർ ശർമ്മ രാജേഷിനോട് എഴുന്നേൽക്കാൻ ആംഗ്യം കാണിച്ചു. എഴുന്നേൽക്ക്, ഇപ്പോൾ നിന്നെക്കൊണ്ട് ചില ജോലികൾ ചെയ്യിക്കാനുണ്ട്. രാജേഷ് പതുക്കെ എഴുന്നേറ്റു. മണിക്കൂറുകളോളം കട്ടിയുള്ള തറയിൽ ഇരുന്നതിനാൽ അദ്ദേഹത്തിന്റെ അരക്കെട്ടിന് വേദനയുണ്ടായിരുന്നു. മുഴുവൻ സ്റ്റേഷനും വൃത്തിയാക്ക്, കക്കൂസും കഴുകണം, എവിടെയെങ്കിലും അഴുക്ക് കണ്ടാൽ വീണ്ടും അടികിട്ടും. രാജേഷ് മോപ്പെടുത്തു. തണുപ്പുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈകൾ മരവിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ജോലി തുടങ്ങി. ഒരു ജില്ലാ മജിസ്ട്രേറ്റിന് ഇത്തരമൊരു ജോലി ചെയ്യേണ്ടി വരുന്നത് ഇത് ആദ്യമായിട്ടായിരുന്നു. പിന്നെ ഇൻസ്പെക്ടർ പറഞ്ഞു, വേഗത്തിൽ ചെയ്താൽ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടും. രാജേഷ് മുഴുവൻ സ്റ്റേഷനും തുടച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് കക്കൂസ് വൃത്തിയാക്കേണ്ടി വന്നു. ദുർഗന്ധം കാരണം ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ഓരോ ജോലിക്ക് ശേഷവും പോലീസുകാർ അദ്ദേഹത്തെ അസഭ്യം പറയുകയും പരിഹസിക്കുകയും ചെയ്തു. ഈ ഭിക്ഷക്കാരനെ നോക്കൂ, എത്ര നന്നായിട്ടാണ് ജോലി ചെയ്യുന്നത്, ഇവൻ ദിവസവും വരണം. ഒരു പോലീസുകാരൻ ഉറക്കെ ചിരിച്ചു. പുലർച്ചെ 4 മണിക്ക് രാജേഷിന് ഭക്ഷണം നൽകി. അത് കറപിടിച്ച ഒരു പഴയ റൊട്ടി കഷ്ണമായിരുന്നു. അതിനോടൊപ്പം ഒരു ഗ്ലാസ് വൃത്തികെട്ട വെള്ളവും. വർമ്മ പറഞ്ഞു, സമൃദ്ധമായ വിരുന്നാണ് നിനക്ക്. രാജേഷ് ആ പഴകിയ റൊട്ടി കഴിച്ചു. ഛർദിക്കാൻ തോന്നിയെങ്കിലും അദ്ദേഹം സ്വയം നിയന്ത്രിച്ചു. ഇതെല്ലാം തെളിവുകൾക്ക് ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇതിനിടയിൽ മറ്റൊരു സംഭവം നടന്നു. പുറത്തുനിന്ന് ഒരു വൃദ്ധൻ വന്നു. അദ്ദേഹവും വീടില്ലാത്തവനെ പോലെ തോന്നി. എനിക്ക് ദാഹിക്കുന്നു, വൃദ്ധൻ പറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയെങ്കിൽ. ഇൻസ്പെക്ടർ ശർമ്മ അയാളെ നോക്കി ദേഷ്യപ്പെട്ടു. ഇന്നെന്താണ് ഇങ്ങനെയൊരു ദിവസം? ഓരോ ഭിക്ഷക്കാരനായിട്ട് ഇങ്ങോട്ട് വരികയാണല്ലോ. അദ്ദേഹം വൃദ്ധനെ ശക്തിയായി തള്ളി. വൃദ്ധൻ വീണു. തല തറയിൽ തട്ടി. സാബ്, വെള്ളം മാത്രം മതിയായിരുന്നു, വൃദ്ധൻ വേദനയോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വെള്ളം വേണോ? സബ് ഇൻസ്പെക്ടർ വർമ്മ കളിയാക്കി. ഇതാ വെള്ളം. അദ്ദേഹം വൃദ്ധന്റെ നേർക്ക് വൃത്തികെട്ട വെള്ളം വലിച്ചെറിഞ്ഞു. രാജേഷ് ഇതെല്ലാം കണ്ടു. അദ്ദേഹത്തിന്റെ ദേഷ്യം 7ാം സ്വർഗത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിന്നെ മറ്റൊരു കാഴ്ച കൂടി നടന്നു. തെരുവിൽ താമസിക്കുന്ന ഒരു ചെറിയ കുട്ടി വന്നു. അവന് വിശക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു. വിശക്കുന്നുണ്ടോ? ഒരു പോലീസുകാരൻ ചോദിച്ചു. എന്തുകൊണ്ട് പോയി മോഷ്ടിക്കുന്നില്ല? ഇല്ല സാബ്, ഞാൻ മോഷ്ടിക്കില്ല, കുട്ടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വിശന്നു മരിക്ക്, പോലീസുകാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ കുട്ടിയെ അടിച്ചു പുറത്തേക്ക് തള്ളി. രാജേഷിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇത്രയും അനീതി അദ്ദേഹം ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ഇവർ തന്നോട് മാത്രമല്ല, എല്ലാ പാവപ്പെട്ടവരോടും ഇങ്ങനെയാണ് പെരുമാറുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം പരാതികൾ വരുന്നതെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് വെറും മോശമായ പെരുമാറ്റമായിരുന്നില്ല, ഇത് തികച്ചും മനുഷ്യത്വരഹിതമായിരുന്നു. എടാ ഭിക്ഷക്കാരാ, ഇൻസ്പെക്ടർ വർമ്മ രാജേഷിനെ വിളിച്ചു. ഇപ്പോൾ പുറത്തുപോയി ഗേറ്റിൽ നിൽക്ക്. വേറെ ഏതെങ്കിലും ഭിക്ഷക്കാർ വന്നാൽ ഓടിച്ചു കളയണം. രാജേഷ് പുറത്തുപോയി. ഇപ്പോൾ സ്വന്തം വർഗത്തിൽപ്പെട്ട പാവപ്പെട്ടവരെ ഓടിക്കേണ്ട ഗതികേട് അദ്ദേഹത്തിന് വന്നു. ഇത് കൂടുതൽ ദുഃഖകരമായിരുന്നു. ഒരു സ്ത്രീ ഒരു ചെറിയ കുട്ടിയുമായി വന്നു. സഹോദരാ, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? അവൾ രാജേഷിനോട് ചോദിച്ചു. രാജേഷിന്റെ ഹൃദയം നിറഞ്ഞു. ഈ സ്ത്രീ അകത്തു പോയാൽ മറ്റുള്ളവർക്ക് സംഭവിച്ചത് തന്നെ അവൾക്കും സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം പതിയെ പറഞ്ഞു, സഹോദരി, ഇവിടേക്ക് വരണ്ട, ഇവിടെ നല്ല ആളുകളല്ല ഉള്ളത്. സ്ത്രീ അത് മനസ്സിലാക്കി തിരിച്ചുപോയി. സൂര്യൻ ഉദിക്കാൻ ഇനിയും 2 മണിക്കൂർ മാത്രം ബാക്കി. പുലർച്ചെ 6 മണിക്ക് ആകാശത്ത് നേരിയ ചുവപ്പ് രാശി കാണാൻ തുടങ്ങി. രാജേഷ് ഇപ്പോഴും ഗേറ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു. രാത്രി മുഴുവനുള്ള പീഡനം കാരണം അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ വേദനിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ വർമ്മ അകത്തുനിന്ന് പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് അതേ അഹങ്കാരമുണ്ടായിരുന്നു.
എടാ ഭിക്ഷക്കാരാ, നീ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഇനി പൊയ്ക്കോ. രാജേഷ് പതിയെ പറഞ്ഞു. സാബ്, ഇനി ഞാൻ പൊയ്ക്കോട്ടെ? അതെ, പൊയ്ക്കോ. പക്ഷേ വർമ്മ നിർത്തി. അവന്റെ കണ്ണുകളിൽ ഒരു ക്രൂരമായ തിളക്കമുണ്ടായിരുന്നു. ആദ്യം എന്റെ ഷൂ നക്ക്, എന്നിട്ട് വിടാം. രാജേഷിന്റെ ശരീരം മുഴുവൻ വിറച്ചു. ഇത് അപമാനത്തിന്റെ അവസാനത്തെ അതിർവരമ്പായിരുന്നു. ഒരു ജില്ലാ മജിസ്ട്രേറ്റിനോട് ഷൂ നക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സബ് ഇൻസ്പെക്ടർ വർമ്മയും ചിരിച്ചുകൊണ്ട് പുറത്തു വന്നു. അതെ അതെ, ഇതാണ് ഇവരുടെ യോഗ്യത. ഷൂ നക്ക്, എന്നിട്ട് പൊയ്ക്കോ. എല്ലാ പോലീസുകാരും പുറത്തു വന്നു. ഇതൊരു തമാശയാണെന്ന പോലെ എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. രാജേഷ് ദീർഘമായി ശ്വാസമെടുത്തു. ഇനി അദ്ദേഹത്തിന് ഇത് സഹിക്കാൻ കഴിയില്ലായിരുന്നു. നിശബ്ദനായിരിക്കുന്നത് കുറ്റകരമാകുന്ന അപമാനത്തിന്റെ അതിർവരമ്പായിരുന്നു ഇത്. അദ്ദേഹം പതിയെ തന്റെ വസ്ത്രങ്ങളിലെ പൊടി തട്ടിക്കളഞ്ഞു. എന്നിട്ട് നടുവ് നിവർത്തി നിന്നു. അദ്ദേഹത്തിന്റെ പെരുമാറ്റം മുഴുവൻ മാറാൻ തുടങ്ങി. എന്താണ് നീ ചെയ്യുന്നത്? വർമ്മ സംശയത്തോടെ ചോദിച്ചു. രാജേഷ് കണ്ണുകൾ ഉയർത്തി. ഇപ്പോൾ അവനിൽ ഭയമുണ്ടായിരുന്നില്ല. പകരം ഒരു ഉദ്യോഗസ്ഥന്റെ ഗൗരവമായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദവും മാറി. ഇപ്പോൾ അത് വിറക്കുന്ന ഭിക്ഷക്കാരന്റെ ശബ്ദമായിരുന്നില്ല. മതിയായി, രാജേഷ് വ്യക്തമായ ശബ്ദത്തിൽ പറഞ്ഞു. കളി അവസാനിച്ചു. എല്ലാ പോലീസുകാരും അത്ഭുതപ്പെട്ടു. രാത്രി മുഴുവൻ അവരുടെ അടി സഹിച്ച അതേ മനുഷ്യനായിരുന്നു ഇത്. പക്ഷെ ഇപ്പോൾ അവന്റെ സ്വരം തികച്ചും വ്യത്യസ്തമായിരുന്നു. നീ നീ എന്താണ് പറയുന്നത്? വർമ്മ വിറച്ചുകൊണ്ട് ചോദിച്ചു. രാജേഷ് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കാർഡ് എടുത്തു. അത് അദ്ദേഹത്തിന്റെ തിരിച്ചറിയൽ കാർഡായിരുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗിക കാർഡ്. ഞാനാണ് നിങ്ങളുടെ DM. രാജേഷ് പതിയെ പക്ഷെ വ്യക്തമായ ശബ്ദത്തിൽ പറഞ്ഞു. ജില്ലാ മജിസ്ട്രേറ്റ് രാജേഷ് കുമാർ. ഇത് കേട്ടപ്പോൾ ഇൻസ്പെക്ടർ വർമ്മയുടെ മുഖം വെളുത്തുപോയി. അവന്റെ കയ്യിൽ നിന്ന് വടി താഴെ വീണു. സബ് ഇൻസ്പെക്ടറുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി, ഒരു ഭൂതത്തെ കണ്ടതുപോലെ. എല്ലാ പോലീസുകാരും പരസ്പരം നോക്കി. രാത്രി മുഴുവൻ തങ്ങൾ തല്ലിച്ചതച്ചയാൾ തങ്ങളുടെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സാർ, വർമ്മയുടെ നാവ് കുഴഞ്ഞു. എന്ത് സാർ? രാജേഷിന്റെ സ്വരം കൂടുതൽ ഉച്ചത്തിലായി. രാത്രി മുഴുവൻ നിങ്ങൾ എന്നെ സാർ എന്ന് വിളിച്ചില്ല. ഇപ്പോൾ എന്തിനാണ് ഓർമ്മ വന്നത്? വർമ്മയുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചുപോയി. തന്റെ ജോലി പോയി എന്ന് അവൻ അറിയാമായിരുന്നു. രാത്രി മുഴുവൻ നിങ്ങൾ എന്നെ തല്ലി, എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചു, പഴകിയ ഭക്ഷണം തന്നു, ഇപ്പോൾ ഷൂ നക്കാൻ പറഞ്ഞു. എല്ലാ പോലീസുകാരും ഇപ്പോൾ വിറക്കാൻ തുടങ്ങി. തങ്ങൾ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായി. ഇനി നോക്കാം നിങ്ങളുടെ ജോലി എങ്ങനെ രക്ഷപ്പെടുമെന്ന്. രാജേഷ് തന്റെ മൊബൈൽ എടുത്തു. ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു. മുഴുവൻ സ്റ്റേഷനും മരണനിശബ്ദതയിൽ മുഴങ്ങി. ഓരോ പോലീസുകാരന്റെയും ശ്വാസം വേഗത്തിലായി. പോലീസ് ഇൻസ്പെക്ടർ ജനറൽ സാബ്, രാജേഷ് ഫോണിൽ പറഞ്ഞു. ഞാൻ ജില്ലാ മജിസ്ട്രേറ്റ് രാജേഷ് കുമാറാണ് സംസാരിക്കുന്നത്. ഉടൻ തന്നെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരെയും സിറ്റി സ്റ്റേഷനിലേക്ക് അയക്കുക. ഇൻസ്പെക്ടറുടെ കാൽമുട്ടുകൾ വിറച്ചു. എല്ലാം അവസാനിച്ചെന്ന് അവൻ അറിയാമായിരുന്നു. സാർ, ഞങ്ങൾക്കറിയില്ലായിരുന്നു, അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. അറിയില്ലായിരുന്നെന്നോ? രാജേഷിന്റെ സ്വരം ഇടിമുഴക്കം പോലെ മുഴങ്ങി. ഞാൻ ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ? ഒരു ഭിക്ഷക്കാരനോടും മനുഷ്യത്വത്തോടെ പെരുമാറണമെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ? സബ് ഇൻസ്പെക്ടർ വർമ്മ തലകുനിച്ചു നിന്നു. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകി. ക്ഷമിക്കണം സാർ, അവൻ കരഞ്ഞു. ഞങ്ങൾക്ക് തെറ്റിപ്പോയി. തെറ്റോ? രാജേഷ് പരിഹാസത്തോടെ പറഞ്ഞു. ഒരു വൃദ്ധനെ വെള്ളത്തിനായി നിങ്ങൾ തല്ലിയത് തെറ്റായിരുന്നോ? ഒരു കുട്ടിയെ വിശപ്പിന് വേണ്ടി തല്ലിയത് തെറ്റായിരുന്നോ? അപ്പോഴാണ് സൈറൺ ശബ്ദം കേട്ടത്. ഒന്നിനു പുറകെ ഒന്നായി സർക്കാർ വാഹനങ്ങൾ സ്റ്റേഷന് മുന്നിൽ വന്നു നിന്നു. പോലീസ് ഇൻസ്പെക്ടർ ജനറൽ, സീനിയർ പോലീസ് സൂപ്രണ്ട്, മറ്റു വലിയ ഉദ്യോഗസ്ഥർ എന്നിവർ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങി. ജില്ലാ മജിസ്ട്രേറ്റ് സാബ് ഭിക്ഷക്കാരന്റെ വേഷത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും അമ്പരന്നു. സർ, ഇതെന്തൊരു കോലമാണ്? പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ചോദിച്ചു. ഇതാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചത്, രാജേഷ് പറഞ്ഞു. ഈ ആളുകളുടെ പെരുമാറ്റം ഞാൻ രാത്രി മുഴുവൻ കണ്ടു. ഇവർ പാവപ്പെട്ടവരോട് മൃഗങ്ങളെക്കാൾ മോശമായിട്ടാണ് പെരുമാറുന്നത്. ഇൻസ്പെക്ടർ നിലത്ത് വീണു.
സർ, ഞങ്ങളോട് ക്ഷമിക്കണം. എനിക്ക് കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. നിങ്ങൾ എന്നെ തല്ലുമ്പോൾ നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ഓർമ്മ വന്നില്ലേ? രാജേഷിന്റെ ദേഷ്യം ഇപ്പോൾ അത്യുന്നതിയിലായിരുന്നു. നിങ്ങളൊരു വൃദ്ധനെ തല്ലുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് ഓർമ്മ വന്നില്ലേ? സീനിയർ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു. സർ, ഉടനെ നടപടിയെടുക്കാം. അതെ, രാജേഷ് പറഞ്ഞു. ഇവരെയെല്ലാം ഉടൻ സസ്പെൻഡ് ചെയ്യുക. ഇവർക്കെതിരെ കേസെടുക്കുക. ഈ വാർത്ത മാധ്യമങ്ങളിൽ വരണം. അങ്ങനെ പാവപ്പെട്ടവരോട് മോശമായി പെരുമാറുന്ന എല്ലാ പോലീസുകാർക്കും ഇതിന്റെ ഫലം എന്തായിരിക്കുമെന്നറിയാൻ. എല്ലാ പോലീസുകാരും ഇപ്പോൾ കരയുന്നുണ്ടായിരുന്നു. പക്ഷെ രാജേഷിന്റെ ഹൃദയം അലിയാതെ നിന്നു. ഞാൻ സത്യം കണ്ടു. ഞാൻ സത്യം പറയുന്നു. നിങ്ങൾ ഈ യൂണിഫോം ധരിക്കാൻ യോഗ്യരല്ല. പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ഉടൻ തന്നെ തന്റെ മൊബൈൽ എടുത്ത് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു. ഉടൻ സസ്പെൻഷൻ ഉത്തരവ് തയ്യാറാക്കുക. രാജേഷ് തന്റെ പോക്കറ്റിൽ നിന്ന് ചെറിയ റെക്കോർഡർ പുറത്തെടുത്തു. ഇതാണ് രാത്രി മുഴുവനുള്ള റെക്കോർഡിംഗ്. ഓരോ അസഭ്യ വാക്കും, ഓരോ മർദ്ദനവും, ഓരോ അനീതിയുടെ തെളിവും ഇതിലുണ്ട്. സീനിയർ പോലീസ് സൂപ്രണ്ട് റെക്കോർഡ് കേട്ടു. അവന്റെ മുഖത്ത് വെറുപ്പിന്റെ ഭാവം വന്നു. ഇത് വളരെ ലജ്ജാകരമാണ്. ഇവർ പോലീസിന്റെ പ്രതിച്ഛായ നശിപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് മാധ്യമങ്ങളുടെ വാഹനങ്ങളും വന്നത്. ജില്ലാ മജിസ്ട്രേറ്റ് ഭിക്ഷക്കാരനായി വേഷം മാറി എന്ന വാർത്ത അതിവേഗം പ്രചരിച്ചു. ക്യാമറകൾ ഓൺ ചെയ്തു. മൈക്രോഫോണുകൾ രാജേഷിന്റെ നേർക്ക് നീണ്ടു. സർ, നിങ്ങൾ എന്തിനാണ് ഈ നടപടിയെടുത്തത്? ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു. രാജേഷ് ഗൗരവത്തോടെ മറുപടി പറഞ്ഞു. പോലീസ് പാവപ്പെട്ടവരോട് മോശമായി പെരുമാറുന്നു എന്ന് തനിക്ക് തുടർച്ചയായി പരാതികൾ ലഭിച്ചിരുന്നു. പക്ഷേ ഞാൻ അന്വേഷിക്കുമ്പോൾ എല്ലാം സാധാരണയായി തോന്നി. അതുകൊണ്ട് ഞാൻ തന്നെ സത്യം കാണാൻ തീരുമാനിച്ചു. പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ഉത്തരവിട്ടു. ഇവരെയെല്ലാം ഉടൻ അറസ്റ്റ് ചെയ്യുക. മനുഷ്യാവകാശ ലംഘനത്തിന് കേസെടുക്കുക. രാജേഷ് തുടർന്നു. ഇനി മുതൽ എല്ലാ സ്റ്റേഷനുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പരാതികളും രഹസ്യമായി അന്വേഷിക്കണം. ഏറ്റവും പ്രധാനമായി ഇനി മുതൽ എല്ലാ മാസവും ഞാൻ വ്യത്യസ്ത വേഷങ്ങളിൽ സ്റ്റേഷനുകൾ പരിശോധിക്കും. സ്റ്റേഷന് പുറത്തു നിന്നവരിൽ ഒരു വൃദ്ധൻ മുന്നോട്ട് വന്നു. രാത്രിയിൽ വെള്ളത്തിനായി തല്ലിയ അതേ മനുഷ്യനായിരുന്നു അത്. സർ, നിങ്ങൾ ഞങ്ങളുടെ ശബ്ദം കേട്ടു. അവന്റെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കും തോന്നുന്നു നീതി ലഭിക്കുമെന്ന്. രാജേഷ് ആ വൃദ്ധന്റെ തോളിൽ കൈവച്ചു. ഇനി മുതൽ ഒരു പാവപ്പെട്ടവനും ഒരു നിസ്സഹായനും ഇത്തരത്തിലുള്ള പീഡനം സഹിക്കേണ്ടി വരില്ല. ഇത് എന്റെ വാക്കാണ്. മുഖ്യമന്ത്രിയുടെ ഫോൺ വന്നു. രാജേഷ്, നിങ്ങൾ വളരെ ധൈര്യമുള്ള കാര്യമാണ് ചെയ്തത്. ഈ മോഡൽ സംസ്ഥാനം മുഴുവൻ നടപ്പിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻസ്പെക്ടർ ശർമ്മയെ വിലങ്ങിട്ടു. അവനെ കൊണ്ടുപോകുമ്പോൾ അവൻ ഒരിക്കൽ കൂടി രാജേഷിന് നോക്കി. സാർ, ഞാൻ മാറും, അവൻ പറഞ്ഞു. ഇപ്പോൾ വളരെ വൈകിപ്പോയി, രാജേഷ് മറുപടി പറഞ്ഞു. നിങ്ങൾ ആദ്യമായി ഒരു നിരപരാധിയെ തല്ലിയപ്പോൾ നിങ്ങൾക്ക് മാറാനുള്ള അവസരമുണ്ടായിരുന്നു. ഇനി ശിക്ഷ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ പോലീസുകാരെയും അറസ്റ്റ് ചെയ്തു. ഇനി ഈ സ്റ്റേഷനിൽ പുതിയ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നിയമിക്കും. എല്ലാ പാവപ്പെട്ടവർക്കും എല്ലാ ആവശ്യക്കാർക്കും ഇവിടെ ബഹുമാനത്തോടെ നീതി ലഭിക്കും, രാജേഷ് പ്രഖ്യാപിച്ചു. വൈകുന്നേരത്തോടെ ഈ വാർത്ത രാജ്യം മുഴുവൻ പ്രചരിച്ചു. സോഷ്യൽ മീഡിയയിൽ രാജേഷിനെ അഭിനന്ദിക്കുകയായിരുന്നു. ഇതാണ് യഥാർത്ഥ ഉദ്യോഗസ്ഥർ എന്ന് ആളുകൾ പറഞ്ഞു. രാജേഷ് തന്റെ കീറിയ വസ്ത്രങ്ങൾ മാറ്റി ഓഫീസിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം തന്റെ അച്ഛന്റെ ചിത്രം നോക്കി പറഞ്ഞു. അച്ഛാ, നിങ്ങളുടെ വാക്ക് ഞാൻ പൂർത്തിയാക്കി. ഈ സംഭവത്തിന് ശേഷം സംസ്ഥാനം മുഴുവൻ മാറ്റത്തിന്റെ ഒരു തരംഗമുണ്ടായി. മറ്റു ജില്ലകളിലെ ഉദ്യോഗസ്ഥരും രാജേഷിന്റെ രീതി സ്വീകരിക്കാൻ തുടങ്ങി. പല ജില്ലാ മജിസ്ട്രേറ്റുമാരും ഇപ്പോൾ വ്യത്യസ്ത വേഷങ്ങളിൽ തങ്ങളുടെ പ്രദേശം പരിശോധിക്കാൻ തുടങ്ങി. ഇത് മുഴുവൻ സിസ്റ്റത്തിനുള്ള ഒരു ഉണർത്തുപാട്ടായിരുന്നു. നഗരത്തിലെ സ്റ്റേഷന്റെ ചിത്രം പൂർണ്ണമായി മാറി. പുതിയ ഇൻസ്പെക്ടർ വന്നതിന് ശേഷം അവിടെ പാവപ്പെട്ടവരോട് മാന്യമായി പെരുമാറാൻ തുടങ്ങി. ഒരു പരാതിപ്പെട്ടി സ്ഥാപിച്ചു. അതിൽ നിന്നുള്ള പരാതികൾ നേരിട്ട് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഓഫീസിലേക്ക് പോയിരുന്നു. 3 മാസത്തിന് ശേഷം രാജേഷ് വീണ്ടും അതേ സ്റ്റേഷനിൽ പോയി. ഇത്തവണ തന്റെ യഥാർത്ഥ വേഷത്തിലായിരുന്നു. അവിടുത്തെ കാഴ്ച തികച്ചും വ്യത്യസ്തമായിരുന്നു. ഒരു വൃദ്ധ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ അവളോട് വിനയത്തോടെ സംസാരിക്കുന്നു. സർ, ഇപ്പോൾ ഇവിടെയെല്ലാം മാറി. ഇവിടെ ആർക്കും പേടിയില്ലാതെ വരാം, പുതിയ ഇൻസ്പെക്ടർ രാജേഷിനോട് പറഞ്ഞു. രാജേഷ് തന്റെ അനുഭവം ഒരു രാത്രിയിലെ യാത്ര എന്ന പേരിൽ ഒരു പുസ്തകത്തിൽ എഴുതി. ഈ പുസ്തകം രാജ്യമെമ്പാടും പ്രശസ്തമായി.
പല അഡ്മിനിസ്ട്രേറ്റീവ് അക്കാദമികളിലും പഠിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു ഉദ്യോഗസ്ഥന്റെ യഥാർത്ഥ പരീക്ഷണം അവൻ പാവപ്പെട്ടവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ്. യൂണിഫോം ധരിച്ച് പാവപ്പെട്ടവരെ ഉപദ്രവിക്കുന്നവർ യൂണിഫോമിന് യോഗ്യരല്ല. ഇന്ന് രാജേഷ് തന്റെ ഓഫീസിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഭിക്ഷക്കാരനായി വേഷം മാറിയ ആ രാത്രിയിലെ ഫോട്ടോ. ഈ ഫോട്ടോ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു, അധികാരത്തിന്റെ യഥാർത്ഥ അർത്ഥം സേവനമാണ്, അടിച്ചമർത്തലല്ല. വർഷങ്ങൾക്കു ശേഷവും ആളുകൾ രാജേഷിന്റെ ആ രാത്രിയെ ഓർക്കുന്നു. നീതി ഭിക്ഷക്കാരന്റെ രൂപം ധരിച്ച് അനീതിയെ നേരിട്ട ആ രാത്രി. സത്യം ഇതാണ്, മാറ്റം എപ്പോഴും ഒരു വ്യക്തിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഉദ്ദേശങ്ങൾ നല്ലതാണെങ്കിൽ ഒരു രാത്രിക്ക് പോലും മുഴുവൻ സിസ്റ്റത്തെയും മാറ്റാൻ കഴിയുമെന്ന് രാജേഷ് തെളിയിച്ചു. പ്രിയപ്പെട്ടവരെ, കൂടുതൽ നല്ല കഥകൾ കേൾക്കാനും ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കാനും മലയാളി വോയിസ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ശക്തി. നന്ദി. വീണ്ടും